നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്പുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ എല്ലാ മൊബൈൽ ഫോണിലുള്ളൊരു ആപ്പാണ്. ആ ഒരു ആപ്പ് നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ആപ്പാണ്. പലപ്പോഴും ആ ഒരു ആപ്പ് ആരും തുറന്നു നോക്കാറില്ല, അതിനകത്തുള്ള ഫീച്ചറുകൾ ആരും പരിശോധിക്കാറില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചറുകളുള്ള ഒരു ആപ്പാണ്. ഏതാണ് നോക്കാം, വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ് ആപ്പ് നോക്കാം. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ കലണ്ടർ എന്നൊരു ആപ്പുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന ആപ്പാണ്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കലണ്ടർ എന്നുള്ള ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്തുള്ള ഫീച്ചറുകളൊക്കെ വളരെ ഞെട്ടിക്കുന്ന ഫീച്ചറുകളാണ്. പലപ്പോഴും അത് ആരും തുറന്നു നോക്കാറില്ല. ഇത് ഗൂഗിളിൻ്റെ കലണ്ടർ ആപ്പാണ്. സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കലണ്ടർ ആപ്പ് തന്നെയാണ്. നമ്മളൊക്കെ ഡേറ്റ് അറിയുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലോട്ട് നോക്കുന്നതല്ലാതെ നമ്മൾ ഈ ഒരു ആപ്പ് തുറന്നു നോക്കാറില്ല. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട്. വലതു ഭാഗത്ത് നമ്മുടെ ഇമെയിലുമായി, നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാകും. അതിൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് നമ്മുടെ കലണ്ടർ. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് പ്ലസ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ടാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകാനുണ്ട്, അല്ലെങ്കിൽ കല്യാണത്തിന് പോകാനുണ്ടെങ്കിൽ അത് ഇവിടെ എന്താണെങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണെങ്കിൽ ഇവിടെ ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ബർത്ത്ഡേ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് ദിവസമാണ് വേണ്ടതെന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ദിവസം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏത് മാസത്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ. ശേഷം ഇവിടെ അവസാനം ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് സമയത്താണ് നിങ്ങൾക്ക് പോകേണ്ടത്, ഡേറ്റ് ഓർമ്മിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ദിവസവും ടൈമും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ ദിവസങ്ങൾ, എല്ലാ ദിവസവും വേണോ, വീക്കിലിൽ വേണോ, എങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിനൊരു എക്സ്പ്ലെയിൻ കൊടുക്കാൻ സാധിക്കും. ആരൊക്കെ പങ്കെടുക്കുന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് എഴുതിയ ശേഷം മുകളിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് അലാറം വന്നുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കും ഈ ഒരു കലണ്ടർ. അതുപോലെ തന്നെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈവന്റ് എന്നുള്ളതുണ്ട്. എന്തെങ്കിലും ഒരു പ്രോഗ്രാം, നമ്മൾ വീട്ടിലൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇതുപോലെ മുകളിൽ ആ പ്രോഗ്രാമിന്റെ പേരോ കാര്യങ്ങളൊക്കെ വെച്ച് താഴെ കാണുന്ന ഭാഗത്ത് ഡേറ്റും സമയമൊക്കെ സെറ്റ് ചെയ്ത് ഗൾഫ് സമയം, ഗൾഫിലുള്ള ആളുകൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൾഫ് സ്റ്റാൻഡേർഡ് ടൈം ഉണ്ട്, അവിടെ സെലക്ട് ചെയ്ത് ഇവിടെ താഴെ ആഡ് പീപ്പിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആരൊക്കെയാണോ ഇത് ഓർമ്മിപ്പിക്കേണ്ടതെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി ഒക്കെ ഈ ആഡ് പീപ്പിൾ സെലക്ട് ചെയ്ത് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ആഡ് ചെയ്ത് വീഡിയോ കോൺഫറൻസിനാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഗൂഗിൾ മീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്ര മിനിറ്റ് മുന്നേ 30 നോട്ടിഫിക്കേഷൻ വേണ്ട അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. താഴെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോകളോ മറ്റോ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഈവന്റ് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ശേഷം മുകളിൽ കാണുന്ന സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കലണ്ടറിൽ നമുക്ക് ഓരോ ദിവസത്തെയും കലണ്ടർ ഇവിടെ കാണും. ഏത് ദിവസത്തിനാണ് പ്രത്യേകം സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ദിവസം ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ദിവസത നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ദിവസം ഇവിടെ വരും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ദിവസം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സെലക്ട് ആവുകയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള ഒരു ആപ്പാണ് ഈ ഒരു കലണ്ടർ ആപ്പ്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച്, അതിൻ്റെ ആ ഒരു ഫീച്ചറിനെ കുറിച്ച് നമ്മൾ അറിയുക പോലുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.